സർക്കാർ ഖജനാവിൽ നിന്ന് രാഷ്ട്രീയ പ്രചരണം നടത്തിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 6 മാസമായി ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. നിങ്ങൾ അവർ വെച്ചിരിക്കുന്ന ഹോർഡിംഗ് നോക്കിയേ, അതെല്ലാം PRDയുടെ ഹോർഡിംഗ് ആയിരുന്നു നേരത്തെ. അതിപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ മാറ്റി ഇത് വച്ചിരിക്കുകയാണ്. ഇതെല്ലാം സർക്കാർ ചെലവിൽ എല്ലാ പരസ്യങ്ങളും ഒരു ഗവൺമെൻറ്റും കേരളത്തിൽ ചെയ്യാത്ത രീതിയിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെങ്കിൽ ഞാൻ മോഹൻലാലും അദ്ദേഹവും നടത്തിയ ആ സംഭാഷണത്തെ വിമർശിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടനുമായി ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ചെലവിൽ വേണ്ട, നാട്ടുകാരുടെ ചെലവിൽ അത് ചെയ്തത് വളരെ മോശമായിപ്പോയി. ആ പൈസ പിണറായി വിജയൻ ഖജനാവിലേക്ക് തിരിച്ചടക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതുണ്ടായിട്ടുണ്ടെന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്തിനാ ADGP അജിത് കുമാർ RSS നേതാവിനെ കാണാൻ പോയത്? എന്തിനാ കാണാൻ പോയത്? വല്ല സൗഹൃദ സംഭാഷണം നടത്താൻ പോയതാണോ? എല്ലാവർക്കും അറിയാമല്ലോ. ഇതെല്ലാം പരസ്യമായ ഏഷ്യങ്ങളല്ലേ. ഈ പ്രാവശ്യത്തെ ഡീല് ഞങ്ങൾ പൊളിച്ചടുക്കും. എത്രയോ മനോഹരമായ വാക്ക് മലയാള ഭാഷയിലുണ്ട്. ചെറ്റത്തരം കാണിച്ചു എന്നാ പറഞ്ഞു, മനസ്സിലായില്ല? അതിന് G. സുധാകരൻ നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട്. ചെറ്റ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ ജീവിക്കുന്ന കുടിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്, മനസ്സിലായില്ല? അപ്പോൾ ഇവരുടെയൊക്കെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഉള്ളിലൊരു മുതലാളിത്ത മനോഭാവമാണ്. കമ്മ്യൂണിസ്റ്റാന്നൊക്കെ ചുമ്മാ പറയാം. ഒരാൾ എനിക്കൊരു ചോദ്യമുണ്ട് സാർ എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറയാം. ഞങ്ങളാരെങ്കിലും പറയും? നിങ്ങൾ എത്ര ചോദ്യം, അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? എത്ര അപ്രിയങ്ങളായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്? ഞങ്ങൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ആവർത്തിച്ച് ചോദിച്ച് വേറെ ആർക്കും ചോദ്യത്തിന് അവസരം കൊടുക്കാതിരിക്കുമ്പോഴാണ് ഞാൻ പറയാറുള്ളത്, പ്ലീസ് ചേട്ടാ നിർത്ത്, മറ്റവർക്ക് കൂടി കൊടുക്കാൻ പറയാറ്. അല്ലാതെ ഞങ്ങളൊക്കെ രാവിലെ വന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയല്ലേ? ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല. എന്താ MP വീരേന്ദ്രകുമാറിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ, അനുസ്മരണ പ്രവേശനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന എഴുത്തുകാരനായ സാംസ്കാരിക പ്രവർത്തകൻ രാമേന്ദ്ര ഗുഹ എന്താ പറഞ്ഞത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ്. മുണ്ടുടുത്ത മോഡി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയനെ. അദ്ദേഹം EMSനെ, ജ്യോതി ബാസുവിനെ, മണിക് സർക്കാരിനെയൊക്കെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് ഇവിടെ ഓടൊന്നുമില്ല, ഇതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞങ്ങളടുത്ത് ഒന്നും ഓടില്ല.